ഹേ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേസിയ ഗൈസ്, നമ്മൾ ഇന്ന് റബ്ബർ ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ളൂ. ഈ റബ്ബർ ബാൻഡ് വരുന്നുണ്ടോ? ഓക്കെ, അത് വേണം കേട്ടോ, റബ്ബർ ബാൻഡ്. അപ്പോൾ നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് നമുക്കിത് കാണാം. ഫസ്റ്റ് നമുക്ക് പട്ട ഉണ്ടാകുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്താൽ കളയാം. പിന്നെ നമുക്ക് വേണ്ട തീ വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്യാം. ഇതുകൊണ്ടല്ലോ ഈ സ്ക്വയർ ഷേപ്പിൽ പേപ്പർ കിട്ടി. ഈ വര ഉണ്ടല്ലോ, ഈ വര ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു ഭാഗം പ്ലെയിൻ മടക്കുന്നതാണ് മടക്കാം. ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. നമുക്ക് ഇനി ജെറ്റ് ഉണ്ടാക്കുന്ന കണക്ക് വീണ്ടും ഇങ്ങനെ നമ്മൾ ഫോൾഡ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് മടങ്ങി കൊടുക്കാം. ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പം തന്നെ ഈ ഒരു ജെറ്റിൻ്റെ ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് സിസേഴ്സ് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുന്നോട്ടായാലും ബാക്കിലോട്ടായാലും കുഴപ്പമില്ല, കുറച്ച് നല്ല ബാക്കിലോട്ടാവില്ല കേട്ടോ. മുന്നേ വയ്ക്കുവാണെങ്കിൽ ചെറുതായിട്ട് വെട്ടാവും. ചിലപ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് ആ മുള ചിലപ്പോൾ ഒഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വരയുണ്ടോ നമ്മൾ കട്ട് ചെയ്തത് ഈ ഭാഗമാണ് കേട്ടോ. ഈ ഭാഗത്തിൻ്റെ ഇവിടെ അതേപോലെ തന്നെ. അപ്പം ആ കട്ട് ചെയ്ത ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇവിടെ കണ്ടല്ലോ, ഇവിടെ ഫുള്ള് പേപ്പറാണ്, ഇങ്ങനെ മാറ്റണം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടും കൂടെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ജെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ജെറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിഫിക്കേഷൻ ഇവിടെ പാൻ വെച്ചിട്ട് എഴുതി വേറെ ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാം. ജസ്റ്റ് റബ്ബർ ബാൻഡ് എടുക്കാം. അപ്പോൾ ഗൈസ്, അതാണ് നമ്മുടെ കാർ ഷെഡ് കേട്ടോ. കാർ ഷെഡ് നല്ല കാർ പാർക്കിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ 10 ഹോട്ട് വീൽസിലെയും ചെറിയ കാഴ്ച വെക്കാനായിട്ടുള്ള സ്പേസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒരു കാർബോണിൻ്റെ സൈസ് വെച്ചിട്ട് ടോപ്പിൽ 3 കാർ, അത് നിങ്ങളുടെ കാർബോണിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ സീക്രട്ട് ഡോറേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാർ ഇപ്പം ഞാൻ മാറ്റി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാറ് ഇവിടെ കൂടെ കയറ്റാം. അതുപോലെ തന്നെ കാല് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാർ അതാത്ത ചില സീക്രട്ട് ഡോർ തന്നെയാണ് കേട്ടോ. റാമ്പ് വേണമെങ്കിൽ ഇതുവഴി കയറ്റി ഇതുവഴി വളച്ച് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ മുകളിലോട്ടും കൊണ്ടുപോകാം. മുകളിലോട്ടുണ്ടോടാ, അവിടെ ഒരു വഴിയുണ്ട്. അവിടെ റാമ്പ് നേരെ മുകളിലോട്ട് ചെന്നെത്തും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി റോക്കറ്റ് പറത്താം. വാടാ പിടിച്ചോ. കാറെല്ലാം അടിക്കി വയ്ക്കുവാണേ. ഫ്ലാഷ് ഓഫ് ചെയ്തോടാ. ഓക്കെ, ഫ്ലാഷ് ഓഫ് ചെയ്തോട്ടെ. നമുക്ക് നേരെ ഇതാണ് നമ്മളെ വെളിയിൽ തണ്ടരിച്ചു. റോക്കറ്റ് നമുക്ക് പറയാം. ഈ ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ മടച്ച് ഇങ്ങനെ വെച്ചിട്ട് ഈ റബ്ബർ ബാൻഡ് ഇതാണ് നമ്മൾ വെട്ടിയ ആ ഒരു ഭാഗം. ഈ ഒരു വെട്ടിയ ഭാഗത്തിൽ
ഇങ്ങനെ റബ്ബർ ബാൻഡ് കയറ്റാം. വലിക്കാം. വലിച്ചിട്ട് നല്ല ദൂരെ പോകും. എന്നാലും ഞാൻ മാക്സിമം ആ ഷീറ്റിൻ്റെ അവിടെ തട്ടിക്കാൻ നോക്കാം. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാമേ. ഷീറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഗൈസ് നല്ല റിസൾട്ടാണ് പ്ലെയിൻ തരുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായത് കമൻറ്റ് ചെയ്യണം ഗൈസ്. കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ ആ ഒരു കാർ പാർക്കിംഗ് ഷെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.